വക്കം പഞ്ചായത്ത് മെമ്പറും അമ്മയും ആത്മഹത്യ ചെയ്തു. വക്കത്തെ ചെറുപ്പക്കാരനായ പഞ്ചായത്ത് മെമ്പറാണ്, വളരെ ആക്റ്റീവായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ചില കള്ളക്കേസുകൾ എടുത്തു എന്ന ആരോപണമുണ്ട്. അത് കെട്ടിച്ചമച്ചതാണ് എന്ന് അദ്ദേഹം പലരിടത്തും പറഞ്ഞു, പോലീസിനടുത്തും പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ആരിനെതിരായിട്ട് SC/ST ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതിൽ മനോവിഷമം അനുഭവിച്ചു. താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, ഇത് കെട്ടിച്ചമച്ചത് കേസാണ്. അദ്ദേഹത്തിന് ജാതി കേസ് കാരണം ഒരു FIR ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷനിൽ എതിർപ്പ് വന്നു. പാസ്പോർട്ട് അദ്ദേഹത്തിന് വെരിഫിക്കേഷനിൽ അഡ്വേഴ്സായിട്ട് പോയി. അതൊക്കെ മാനസികമായ വിഷമം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ അമ്മയും മകൻ്റെ ഒപ്പം തന്നെ വിഷമിച്ച് നിന്നു. ചില വ്യക്തികൾ അദ്ദേഹത്തിനെതിരായിട്ട് മോശമായ കമൻറ്റുകൾ പറയുകയും മോശമായ കേസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതിൽ മനം നൊന്നിട്ടാണ് അദ്ദേഹവും അമ്മയും ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. രണ്ടുപേരും അവരുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. വക്കം പഞ്ചായത്ത് മെമ്പർ ആരുണും അമ്മ വത്സലയും ആണ് തൂങ്ങി മരിച്ചത് അവരുടെ വീട്ടിൽ തന്നെ. ഇദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം കുറേ നാളുകളായിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ജാതി കേസിനകത്ത് കുരുക്കി ഒതുക്കാൻ നോക്കി. അത് മാനസികമായിട്ട് ഇയാളെ തകർത്തു. താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, തനിക്ക് ജാതി മത ചിന്തകളില്ല. ഇങ്ങനെ സാധാരണഗതിയിൽ എതിരാളികളെ തകർക്കാൻ വേണ്ടി കേരളത്തിൽ, ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങോളം ഇങ്ങോളം SC/ST വകുപ്പ് അനാവശ്യമായി അനധികൃതമായി പലരും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും വിഷമം അനുഭവിക്കുന്നുണ്ട്, പല ആൾക്കാരും കോടതികളിൽ ആ കേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത് ഒരു കാലഹരണപ്പെട്ട നിയമം തന്നെയാണ്. ചില സ്റ്റേറ്റുകളിൽ ഇന്നും SC/STയുടെ ആൾക്കാർ വേദന അനുഭവിക്കുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷെ പൊതുവെ കേരളത്തിലുള്ള ജനങ്ങളുടെ മതനിരപേക്ഷതയും അത് എല്ലാവരെയും ഒരുപോലെ കാണാനും അങ്ങനെ കേരളത്തിലൊന്നും ജാതി ചിന്ത അധികം ഇല്ല. അങ്ങനെ മനോഭാവം ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷേ കേരളത്തിലില്ല. അതും അപ്രത്യക്ഷമായി. കേരളത്തിൽ അത് ദുരുപയോഗം ചെയ്യുകയാണ് പലരും. അങ്ങനെ ധാരാളം കേസുകൾ നമുക്കറിയാം. അതേ ഒരു അനുഭവം തന്നെയാണ് അരുണും ഉണ്ടായത്. അപ്പോൾ അനിൽ അത് കള്ളക്കേസാണെന്ന് ആ പരാതി കൊടുത്തവർക്കും അറിയാം. അനിലിനെ പറ്റി മോശമായ ചില പ്രചരണം രാഷ്ട്രീയപരമായി ഇട്ടവരുമുണ്ട്. തനിക്ക് എതിരെ കള്ളപ്പരാതി കൊടുത്തവർക്കും തന്നെ അവമാനിച്ചവരും തന്നെ മനോവിഷമം ഏർപ്പെടുത്തിയവരെ പറ്റി പേരുകൾ അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രേരണാകുറ്റം തന്നെയാണ്. അവർ അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് ഉറപ്പായി. അദ്ദേഹത്തിൻ്റെ ആ മരണക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നവരാണ് അതിൻ്റെ ഉത്തരവാദികളെന്ന് മനംനൊന്ത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വക്കം പോലീസ് യാതൊരു ദാക്ഷിണ്യം കാണിക്കാനൊക്കില്ല. സമൂഹത്തിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ ഇതുപോലെയുള്ള മ്ലേച്ഛമായ പ്രചരണം നടത്തുന്നവർ, കുടുംബം മുഴുവൻ ആത്മഹത്യ കേസുകൾ ധാരാളമുണ്ട്. വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചെയ്തികൾ കാണിക്കുന്നവരെ ഇൻവേരിയബിളായിട്ട് അല്ലെങ്കിൽ പോലീസ് ആ പ്രേരണാക്കുറ്റവും തന്നെ പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യണം. അവരെ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ട്. അവർ കോടതി പോയി ഫേസ് ചെയ്തിട്ട് അവർ കുറ്റക്കാരല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തിനെ സംബന്ധിച്ചോളം ആ വ്യക്തി ആത്മഹത്യ ചെയ്ത് അവരുടെ മനോവിഷമം മൂലമാണ്. അനാവശ്യമായി അനധികൃതമായി ഇതുപോലെയുള്ള ആരോപണങ്ങൾ അവരുടെ മുകളിൽ ചുമത്തി സമൂഹത്തിൽ അവരുടെ ഇമേജ് മാറ്റി അവർക്ക് മനോവിഷമം ഉണ്ടായി. ആ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഒപ്പം അതേ മനോവിഷമം ആ അംഗത്തിൻ്റെ അമ്മ വത്സലയ്ക്കും ഉണ്ടായെന്നുള്ളതാണ്. അമ്മ ആ മകനെ അതുപോലെ സ്നേഹിക്കും. മകനെ അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അമ്മയ്ക്ക്. മകൻ്റെ ഒപ്പം ചേർന്ന് നിന്നു. മനോവിഷമം മകനെക്കാട്ടിലും കഠിനമായിട്ട് അമ്മയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു. വാട്സപ്പിൽ കൂടെ പലർക്കും മെസ്സേജ് അയച്ചു. ഞങ്ങൾക്ക് മനോവിഷമമുണ്ട്, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരന്മാർ അവരുടെ എതിർ വിഭാഗത്തിലുള്ളവരെ നശിപ്പിക്കാനും അവരെ വ്രണപ്പെടുത്താനും അവരെ തച്ചുടച്ച് കാണിക്കാനും
ഇതുപോലെ പ്രവർത്തിക്കുന്ന ഇമ്മച്യൂറായ അപക്വമായ ഇതുപോലെയുള്ള വിളിച്ചു പറച്ചിലും മെസ്സേജുകളും മയക്കി വെച്ചുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ളവർ കാരണം ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടായി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെത്ര പേരായാലും ശരി ഇൻവേരിയബിളി അവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ട് അവരെ പ്രേരണാകുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. എങ്കിലേ ഇത് നിൽക്കുകയുള്ളൂ കേരളത്തിൽ. കാരണം വളരെയധികം ആൾക്കാർ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബക്കാർക്ക് ഇതുപോലുള്ള ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ വക്കത്തെ ഈ മെമ്പറുടെ ആത്മഹത്യ തീർച്ചയായിട്ടും അത് മനോവിഷമം നമുക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആ അമ്മയ്ക്കുള്ള അതേ മനോവിഷമം പൊതുജനങ്ങളും സത്യസന്ധരായ അവിടുത്തെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു പരിപാടിയും രാഷ്ട്രീയക്കാർ ദയവ് ചെയ്ത് ചെയ്യരുത്. ഈ സംഭവത്തിൽ പ്രേരണാകുറ്റമാണ് നിലനിൽക്കുന്നത്. അത് 108 BNS പുതിയ BNS പ്രകാരം 108 വകുപ്പ് പ്രകാരം, അല്ലെങ്കിൽ IPC 306 അപ്പം ഇതിനകത്ത് അബറ്റേഴ്സ് ഉണ്ട്. 5-6 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടോയെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ പറഞ്ഞിരിക്കുന്നവർ കുറ്റക്കാരാണ്. മനം നൊന്തിട്ടാണ് ആ പേര് എഴുതി വെച്ച്. ഇവരെ വെറുതെ എഴുതി വെച്ചതല്ല. അദ്ദേഹത്തിന് മാനസികമായ സംഘർഷം ഉണ്ടാക്കാൻ കാരണക്കാരാര്, അതൊരു ആത്മഹത്യയിലേക്ക് നയിച്ചു, തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നു, തനിക്ക് അത്രമാത്രം മാനഹാനി ഉണ്ടായി അവരുടെ പ്രവർത്തനം മൂലം, ആ വ്യക്തികളുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് അവരെല്ലാവരും അബറ്റേഴ്സാണ്, പ്രേരണക്കാരാണ്. തീർച്ചയായിട്ടും അവരെ ആരെയും വെറുതെ വിടരുത് പോലീസ്. കാരണം 306 IPC പ്രകാരം കുറ്റം അവർ, അല്ലെങ്കിൽ 108 BNS പ്രകാരം കുറ്റം ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം, PP ദിവ്യയുടെ കേസ് നമുക്കറിയാം. ആ പ്രേരണ കുറ്റത്തിന് തീർച്ചയായിട്ടും 10 വർഷത്തെ തടവാണ്. ഇത് കേരളത്തിൽ വ്യാപകമായി ഇതുപോലെ പലരും മനം നൊന്ത് ചില കുടുംബങ്ങൾ മൊത്തം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിന് കാരണക്കാരാരായാലും ശരി, ഏത് രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളായാലും ശരി, അവരെല്ലാം തൂത്തുപിറക്കി അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലേ നമുക്ക് ഇതുപോലുള്ള ആത്മഹത്യയിൽ നിന്ന് പല ആൾക്കാരും രക്ഷപ്പെടുകയുള്ളൂ. കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുത്തിക്കൊല്ലുന്നതിനേക്കാളും കഠിനമാണ് ഇതുപോലെ മനോവേദന അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ. ഒരാൾ മരിക്കാൻ നേരത്ത് കൊലപ്പെടുത്താൻ ഉള്ള രീതിയിലുള്ള കുത്തുകളും എല്ലാം കൊടുത്താൽ തന്നെയും നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ മനോവിഷമം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. അതിലും കഠിനമാണ് ഈ കുത്താതെ, അല്ലെങ്കിൽ വേദനപ്പെടുത്താതെ, അല്ലെങ്കിൽ ഏതെങ്കിലും കത്തി ഉപയോഗിച്ച് കുത്താതെ, അടിച്ചു കൊല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മനോവിഷമം അത്ര കഠിനമാണ്. അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ അരുണിനെക്കാട്ടിലും വേദന അനുഭവിക്കുന്ന അമ്മ, മകൻ നിരപരാധിയാണെന്ന് അമ്മയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അമ്മയും രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഓടി വന്ന് ഈ വിവരം മെസ്സേജ് കണ്ട് എല്ലാവരും കൂടെ ഓടി വന്ന് അവിടെ ചവിട്ടിപ്പൊളിച്ച് ആ വീട് ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പോഴാണ് ഹൃദയഭേദകമായ ഈ രംഗം അവർ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ നോക്കും, പല സ്ഥലത്തും ഇതുപോലുള്ള ആത്മഹത്യ നമ്മൾ കാണുന്നുണ്ട്. ചിലർ ഒന്നും മിണ്ടാതെ ആരോടും പറയാതെ ആത്മഹത്യ ചെയ്തങ്ങ് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പോകുന്നവരെ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം പോലീസ്, എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന്. അത് കണ്ടെത്തുന്നതാണ് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് നമ്മൾ മനസ്സിലാകുന്നത്. ഇവിടെ പേരെഴുതി വെച്ചുകൊണ്ട് വളരെ ഈസിയാണ് പോലീസിന്. പക്ഷേ ആരാണെന്ന് അയാൾ മരിക്കുന്നതിന് മുമ്പ് പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവും, ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ കാര്യമായ രീതിയിൽ ഇതുപോലുള്ള കേസുകൾ അന്വേഷിക്കണം, അതിനകത്തുള്ള ഫാക്റ്റ് കണ്ടെത്തണം. ഇതുപോലുള്ള ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ കൾപ്രിറ്റ്സുകളുണ്ട്, അവരെ ബുക്ക് ചെയ്യുകയും ചെയ്യണം.